താമസിക്കുന്ന മാർത്തമ ക്രിസ്ത്യാനികളുടെ സാംസ്കാരികതയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാർഗം കളി. ഇന്ത്യയെ ബ്രിട്ടീഷ് കോളനി ആക്കുന്നതിന് മുമ്പുള്ള കാലത്ത് മാർത്തമ നസ്രാണികൾ പ്രത്യേക ദിവസങ്ങളിലും ചടങ്ങുകളിലും അവതരിപ്പിക്കുന്ന നൃത്തമായിരുന്നു മാർഗം കളി. 17ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് പുരോഹിതനായിരുന്ന ഇട്ടിത്തമ്മൻ കത്തനാരുടെ പ്രയത്നത്തിന്റെ ഫലമായി മാർഗം കളിക്ക് കൂടുതൽ ഉയർച്ച ലഭിച്ചു. ഈ കാലത്ത് 14 കാവ്യഖണ്ഡങ്ങളായി മാർഗം കളി രൂപപ്പെടുത്തി. പക്ഷേ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഈ കലാരൂപം ഇടയ്ക്ക് ആരും അവതരിപ്പിക്കാറായി. അതേസമയം 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മാർഗംകളി എന്ന കലാരൂപം വീണ്ടും ജനപ്രിയമായി മാറി. 12 പേരാണ് മാർഗംകളിയിൽ പങ്കെടുക്കുന്നത്. കത്തിച്ചുവെച്ച തിരുവിളക്കിന് ചുറ്റും നിന്ന് കൈകൊട്ടിപ്പാടിയാണ് മാർഗംകളി നടത്തുന്നത്. പരമ്പരാഗതമായ വെള്ളമുണ്ടും ചട്ടയും അണിഞ്ഞാണ് മാർഗംകളി അവതരിപ്പിക്കുന്നത്. വിളക്ക് ക്രിസ്തുവിനെയും 12 പേർ ക്രിസ്തു ശിഷ്യന്മാരെയും സൂചിപ്പിക്കുന്നു. കളിയാശാൻ വായ്ത്താരി ചൊല്ലി പദം പാടുകയും വൃത്താകൃതിയിൽ അണിനിരക്കുന്ന കളിക്കാർ അത് ഏറ്റുപാടി ചുവടും പിടിച്ച് വൃത്തി സമാനമായ ചടുതയോടെ അവതരിപ്പിക്കുകയും ചെയ്തു. ആദ്യകാലത്ത് പുരുഷന്മാർ അവതരിപ്പിച്ചത് മാർഗംകളി ഇപ്പോൾ പ്രധാനമായും സ്ത്രീകൾ മാത്രമാണ് അവതരിപ്പിക്കുന്നത്.